വേദനയിലും അജ്ഞാതമായ ഭീതിയിലും മൂങ്ങിക്കൊണ്ട് മോട്ടു ആവുന്നത്ര ശക്തിയിൽ വണ്ടിക്ക് പിന്നാലെ പാഞ്ഞു. എവിടുന്നോ ഓടിയെടുത്ത ഒരു പറ്റൻ നായ്ക്കളും മോട്ടുവിന് പുറകെ കുരച്ചുകൊണ്ട് പാഞ്ഞു. ഓ മൈ ഗോഡ്! യാത്രകളിൽ വില്യംസ് മോട്ടുവിനെ പലവട്ടം കണ്ടു. തന്നെയും വാഹനത്തെയും തിരിച്ചറിഞ്ഞിട്ടെന്ന പോലെ ഓടിയെടുക്കുന്നത്, അവനേക്കാൾ ചെറിയ നായ്ക്കളെ പേടിച്ച് അവൻ ഓടുന്നത്, കടന്നു പോകുന്ന ഓരോ വാഹനത്തെയും പ്രതീക്ഷയോടെ നോക്കുന്നത്, ചേറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തത്രപ്പെടുന്നത്, മാലിന്യ കൂമ്പാരത്തിൽ തല പൂഴ്ത്തി തിരയുന്നത്, തെരുവോരത്ത് തളർന്നുറങ്ങുന്നത്, വണ്ടി കയറി ചത്ത ഒരു നായയുടെ ചിന്ന ഭിന്നമായ ശരീരം കൊണ്ട് അയാളുടെ വണ്ടി പാളി. ഒപ്പം ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. ഈ വഴിയിൽ ഒരു നാള് മോട്ടുവിനെ എങ്ങനെ ഉള്ളിലുയർന്ന അസ്വസ്ഥതയുടെ അഗ്നി അണയ്ക്കാൻ ഒരു പാട്ട് പ്രതീക്ഷിച്ച് റേഡിയോ തിരിച്ച വില്യംസ് കേട്ടത് ഒരു പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമായിരുന്നു. ഊഷ്മളമായ പരസ്പര ബന്ധമാണ് കുടുംബത്തിന്റെ ശക്തി കേന്ദ്രം. മക്കളുടെയും കൊച്ചുമക്കളുടെയും സാമീപ്യവും സൗഹൃദവും സാന്ത്വനവുമാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. സ്വന്തം വീടല്ലാത്ത ഏതൊരിടവും അവർക്ക് തടവറയ്ക്ക് തുല്യമാണ്. വില്യംസ് റേഡിയോ നിർത്തി. നെഞ്ചിൽ ഒരു കുന്തം തറച്ചതുപോലെ തോന്നി വില്യംസിന്. അയാൾ ചിന്തകളിൽ ആണ്ടുപോയി. അത്താഴവേളയിൽ വില്യംസ് പറഞ്ഞു, നാളെ നമ്മള് അമ്മച്ചിയെ കൊണ്ടുവരാൻ പോകുന്നു. ആര് നോക്കും? ഗ്ലോറിയ ചോദിച്ചു. നമ്മൾ നോക്കും, നമ്മളെല്ലാരും കൂടി. വില്യംസ് പറഞ്ഞു. ഹായ് ഡാഡി, ദാറ്റ് ഈസ് ഗ്രേറ്റ്. പെങ്കി തുള്ളിച്ചാടി. ഫോർട്ട് കൊച്ചി സാന്റോം വൃദ്ധമന്ദിരത്തിലേക്കുള്ള ആ യാത്രയിൽ ഐലൻഡിലെ വിജനമായ പാതയോരത്ത് അവിശനായ നായ മോട്ടു തന്നെയാണെന്ന് പിങ്കി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. വില്യംസും പിങ്കിയും കൂടി അവനെ താങ്ങി വണ്ടിയിൽ കയറ്റുമ്പോൾ അവശതയും വിശപ്പും നന്ദിയും കൂടിക്കലർന്ന ഒരു സ്വരം അവൻ കേൾപ്പിച്ചു. ദയനീയമായ ആ ശബ്ദം ആകാശത്തിലലിഞ്ഞു. പിങ്കിയുടെ പാദങ്ങളിൽ തലവെച്ച് അവൻ പതുങ്ങിക്കിടന്നു. വണ്ടി സാന്തോമിന്റെ പടി കടക്കുമ്പോൾ വരാന്തയുടെ അറ്റത്തെ മുറിയുടെ ജനലഴികളിൽ പിടിച്ച് അകലേക്ക് നോക്കി നിൽക്കുന്നത് അമ്മാമ തന്നെയെന്ന് പിങ്കിക്കുറപ്പായി. വണ്ടി നിന്ന പാടെ അവൾ അമ്മാമയുടെ അടുത്തേക്ക് പറന്നു. അമ്മ തൻ മുന്നിൽ ചെന്നു നിന്നപ്പോഴൻ ഉണ്ണി നീന്തി കരഞ്ഞു. അമ്മ മുകർന്നപ്പോൾ കാണാൻ പുണർന്നപ്പോൾ പിന്നെയും എന്തേ കരഞ്ഞു. അതെ, ഈ കഥയിലെ ഈ പൊരുൾ പോലെ നമ്മുടെ ജീവന്റെ ജീവനാണ് നമ്മുടെ മാതാപിതാക്കൾ, അല്ലെ? നമ്മുടെ മാതാപിതാക്കളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല, അല്ലെ? അതുപോലെ നമ്മളില്ലാതെ അവർക്കും. അപ്പോൾ നമ്മളെ ആറ്റുനോറ്റ് പോറ്റി വളർത്തി ഇത്രമേലെത്തിച്ച നമ്മുടെ അപ്രിയ മാതാപിതാക്കൾക്ക് സമർപ്പിക്കാം ഈ കഥ, അല്ലെ? അവരുടെ സ്നേഹത്തിന് മുന്നിൽ സ്നേഹത്തിന്റെയും ആദരവിന്റെയും 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കാം, അല്ലെ? അവർക്കെന്നും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ പ്രിയ മാതാപിതാക്കൾക്കായി പ്രാർത്ഥനകൾ ചൊരിഞ്ഞുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളുകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെ. നന്ദി.